ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഹൽദിയൊക്കെ വെച്ചൊരു വെൽക്കം ബാക്ക് എന്ന്. ഗൈസ്, ഇതൊരു കല്യാണ വ്ളോഗാണ്. നിങ്ങൾ തമിഴിലൊക്കെ കണ്ടല്ലോ. വെറും കല്യാണമല്ല, ലക്ഷദ്വീപിലെ കല്യാണം. അതെ, ഞാൻ ആദ്യമായിട്ട് കൂടുന്ന ലക്ഷദ്വീപിലെ കല്യാണമാണ് ഗൈസ്. അപ്പം ഇതൊരു കല്യാണത്തിന് 2 ദിവസം മുന്നെയാണ് ഹൽദി അല്ലേ ഫിറു? ഇപ്പം കേരളത്തിൽ കുറേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ കുറേ സാധനങ്ങൾ ഇവിടെയും ഇപ്പം വരുന്നുണ്ട്. അവിടുത്തെ കൾച്ചറൊക്കെ ഇങ്ങോട്ടേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണല്ലേ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അവിടുത്തെ അത്രയും വിപുലമായിട്ടൊന്നും ആയിരിക്കില്ല, ഇവിടുന്ന് പറ്റുന്നത് പോലെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവർ പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതാണ് പെൺകുട്ടിയുടെ വീടല്ലേ. കല്യാണം ആകുമ്പോഴത്തേന് പെൺകുട്ടികളുടെ വീട് ശരിയാക്കും. കാരണം പെണ്ണ് നിൽക്കുന്നത് ഈ വീട്ടിലാണല്ലേ, പിയാപ്പിള നിൽക്കുന്നത് ഈ വീട്ടിലാണ്. ഇത് നസ്രീൻ പുജറും മുഹമ്മദ് ജുറൈജ്. ഗൈസ്, ഇതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പേരാണ് ഗൈസ്. ഇതിപ്പോൾ നാളത്തേക്കുള്ള ബിരിയാണിക്കുള്ള ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചു. ഫുഡ് അവിടെ തന്നെയാണല്ലേ റെഡിയാക്കുന്നത്. അത് മാത്രമല്ല, ബീഫ് അവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊച്ചിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. മെഹന്തിനായിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നത്, കസിൻസ് വന്നത്. അവർ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ശരിക്കും മെഹന്തി ഇട്ട് ആരാന്നറിയാമോ? എൻ്റെ നാത്തുമാരാണ് ഗൈസ്. പരസ്യമാണ് മെഹന്തി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതേ കയ്യിൽ കണ്ടില്ലേ മൈലാഞ്ചി? ഓൾറെഡി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ മൊത്തം ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഈ വെറ്റിലേക്ക് വെച്ചിട്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നു മെഹന്തിനായിട്ട് പണ്ടും ഉണ്ടായിരുന്നല്ലേ മെഹന്തി. ഇത്ര വിപുലമായത് ഇപ്പോഴാണ്, അതായത് കല്യാണത്തിന്റെ തലേ ദിവസമാണ്. അപ്പോൾ വരുന്നവർക്ക് ചായയൊക്കെ കൊടുക്കും. ഇവിടുത്തെ കുറേ ട്രഡീഷണൽ പലഹാരങ്ങളൊക്കെ. അൽത്തുന്റെ എളാപ്പയുടെ മോളാണ് നസ്രീൻ. അങ്ങനെയാണ് നമ്മൾ ഈ കല്യാണത്തിൽ എത്തിപ്പെട്ടതേ. സാറ് ഇരിക്കുന്നു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കല്യാണങ്ങൾക്കും ഒന്നുകിൽ ചെക്കൻ്റെ സൈഡിൽ നിന്ന് പോകും, അല്ലെങ്കിൽ പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് പോകും. ഇവിടെ കാണുന്ന പലരും നമ്മുടെ റിലേറ്റീവ്സ് ആണ്. ഇത് ഫിറു ചെക്കൻ്റെ സൈഡിൽ നിന്ന് ഒരു റിലേഷൻ ഉണ്ടല്ലേ ഫിറുവിന്, പെണ്ണിൻ്റെ സൈഡിൽ നിന്നും റിലേഷൻ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നല്ലോ ഗൈസ്. എന്നോട് ഷെക്കിലെയാണ് ഇപ്പം കണ്ടത്. ഇപ്പം എന്നോട് അടുത്ത് ചോദിക്കുവാണ് ഓക്കെ ആണോ. ഞാൻ പറഞ്ഞു ഇവിടെ ഓക്കെയാണ്. ആൾക്കാരുടെ അടുത്തേക്ക് വരുമ്പം ഒരു നാണം വന്നു. ഞാൻ പോയത് മെഹന്തി നൈറ്റിനാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത്രയും ആൾക്കാരൊക്കെ എടുത്ത് പോകാനൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് പോയി അല്ലേ. ഇത് പെണ്ണിൻ്റെ വീട്ടുകാരാണല്ലേ, കസിൻസൊക്കെയാണ്, അനിയത്തിയാണത്. അവര് ആ കളർ ഡ്രസ്സായിരുന്നു. ഡ്രസ് കോഡുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്, വ്ളോഗ് കാണാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെ, ഇത് രണ്ടും അനിയത്തിമാരാണ്. അങ്ങനെ ഇപ്പം അവർ ചായ കുടിക്കാൻ പോയി. ആ സമയത്ത് ഒഴിവിൽ ഇരിക്കുന്നതാണ്. അടുത്ത് തന്നെ ഇടയിൽ കൂടെ കണ്ടപ്പോയിട്ട് ഫോട്ടോഗ്രാഫറായി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു കിട്ടിയ ഒഴിവിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തത്. നമ്മളവിടെ പോയിരുന്നു. ദേ ഫർസിയുണ്ട്, മെഹ്റിനുണ്ട്. മെഹ്റിനെ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ ഇതിൻ്റെ വ്ളോഗുകളിൽ കണ്ടിട്ടുണ്ടാവില്ലേ, മുർഷി ചേച്ചിയുടെ മോൾ. കയ്യിൽ മെഹന്തിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ നീളത്തിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളാൾക്കാർ അപ്പോൾ വായിലൊക്കെ ഇങ്ങനെ കൊടുക്കുക, മീൻസ് സ്വീറ്റ്സൊക്കെ വെച്ച് കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെയാണ്. ഫർസി ഇതേ മെഹറിൻ്റെ വായിൽ നടിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ. പുതിയ ബ്ലോഗറല്ലേ ഇറക്കിയതാ കല്യാണത്തും. ശരിക്കും ഈ ഒരു ബഹളമൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു തരണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് പണി വരും ഗൈസ്, കോപ്പിറൈറ്റ് വരും. അപ്പം ഇവർ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ്, ഇതെല്ലാം ഫിറുവിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണല്ലേ ഫിറു, ഷാക്കറ. മറ്റേത് ഷെക്കു അൽത്തുവിൻ്റെ ഫിയാൻസിയാണ്. ഇതാണ് ഷെക്കു. അപ്പം ഇതേ സായി വന്നിട്ടുണ്ടായിരുന്നു. സായി വന്നത് ചെക്കൻ കൂട്ടരുടെ കൂടെയാണ് കേട്ടോ. കുട്ടികൾ വന്നിട്ട് ഇതേ ആദ്യം ഇവരാന്ന് തോന്നല്ലേ തുടങ്ങിയത്. ഇവരിതേ ഈ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഡ്രസ് കോഡിലെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ മെഹന്തി വെച്ച് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുമല്ലേ ഫിറു. അൽത്തിന് നല്ല പണിയായിരുന്നു. പക്ഷെ അൽത്തൻ്റെ ഇടയിൽ കൂടെ ഓരോന്നെടുത്ത് കഴിക്കുന്നതുകൊണ്ട് അൽത്തിന് അതൊരു വലിയ പണിയായി തോന്നിയിട്ടുണ്ടാവില്ല. ഇവര് കസിൻ ഇവർ ഈ കളർ ഡ്രസ്സ് അല്ലേ, ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് സെയിം കളർ തന്നെ. ഇതിപ്പോൾ ഇവർ സെറ്റഡുമാണ് കേട്ടോ, അഭിനയിക്കുകയാണ് ഗൈസ്.
ഒരാൾക്ക് അഭിനയിച്ചതേ നാണമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ പണ്ട് നാച്ചുറൽ ആക്ടിങ് ആയതുകൊണ്ട് ഡാൻസ് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിപ്പെണ്ണ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇവർ ശരിക്കും ഇങ്ങനെ പഠിച്ചിട്ട് കളിക്കുകയൊന്നും അല്ല കേട്ടോ. അവിടെ നിന്ന് സ്റ്റെപ്പ് ഇട്ട് കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിള്ളേരൊക്കെ നന്നായിട്ട് കളിച്ചു. അമ്മയും അഫ്രയും തേറ്റയുടെ മക്കളാണ് ഗൈസ്, അതായത് ഉവ്വയുടെ അനിയൻ്റെ മക്കളാണ്. ഇവർ നന്നായിട്ട് കളിച്ചു അല്ലേ. ഇവരാണ് എന്നോട് വന്നിട്ട് പറഞ്ഞത് കടലും നിലാവും വ്ളോഗല്ലേ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ വന്ന് പറഞ്ഞത്. അത്തഹറ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഇതേതായിരുന്നു ഫിറുപാട്ട്? ചലയ. അത് ഫിറു പാടണ്ട. ഇതായിരുന്നു കുറച്ചും കൂടെ ഇവര് തഞ്ചത്തില് താളത്തില് ആ പാട്ട്. ഇതൊക്കെ ഒരു മെമ്മറി തന്നെയായിരുന്നു. അവര് അപ്പൊ കയറുന്നു അപ്പൊ കളിക്കുന്നു അങ്ങനെയായിരുന്നു തോന്നുന്നു അല്ലേ. സ്പോട്ടിൽ കുറെ പേര് ഡാൻസ് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് ഫ്ലോപ്പ് ആക്കി. കുറച്ച് കഴിഞ്ഞാൽ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അതാണ് ഇതൊന്നും കാണാണ്ടിരിക്കുന്ന മണവാട്ടി. ഇത് മണവാട്ടിയുടെ ഉപ്പയും ഉമ്മയും നേരത്തെ പറഞ്ഞ പോലെ 2 അനിയത്തിമാരും അല്ലേ ഫിറു. ഞാൻ ഇവരെ ഉപ്പനും ഉമ്മനും എനിക്ക് ഇപ്പോഴാണ്, പക്ഷെ വന്ന സമയത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ടീച്ചറാണല്ലേ. ഇത് അൽത്തുവിൻ്റെ മീൻസ് ഈ ഉമ്മ അൽത്തുവിൻ്റെ ഉപ്പയുടെ ഉമ്മ. ഇത് ഫിറുവിൻ്റെ ഹസ്ബൻഡ്. റോക്കി ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മണിയറയാണ് അല്ലേ ഫിറു? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞാലും പെൺകുട്ടി ചെക്കനൊപ്പരം താമസിക്കുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയാണല്ലേ ഫിറു? മരുമക്കത്തായി സിസ്റ്ററാണ്. കണ്ണൂരേക്ക് ഉള്ളത് പോലെ. കണ്ണൂർ എന്ന് പറഞ്ഞപ്പോൾ അതേ കണ്ണാടിയിൽ ഫിറു പ്രത്യക്ഷപ്പെടുന്നു ഗൈസ്. പ്രത്യക്ഷപ്പെട്ടു അടുത്തും ഫിറു. അപ്പം മെഹന്തിനായിട്ട് ഏകദേശം ഇങ്ങനെ എൻ്റെ ചെയ്യാൻ എല്ലാവരും ക്ഷീണിച്ചു തോന്നുന്നു. ഫർസിയാൻ്റെ ഇടയിലൂടെ നേരത്തെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് അൽത്തുൻ്റെ പെങ്ങളല്ലേ ആഫിയ. എല്ലാരും ടയേർഡാണ് ഗൈസ്. എവിടെ? കണ്ടു. അൽത്തുവിന്റെ ചേട്ടന്റെ മോനല്ലേ ഇനിയുള്ളത്. ഇതൊക്കെ വളരെ ഷോട്ടൊക്കെ കൊള്ളാല്ലേ ഫിറു. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതെന്താണ്? പിറ്റേന്ന് ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളാണല്ലേ. ഓക്കെ, വീടിന്റെ ബാക്ക് സൈഡിൽ രസമാണല്ലേ ശരിക്കും. ഭയങ്കര ഒരുമയാണ്. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പണിയെടുക്കുക, അതിനിടയിൽ കട്ടൻ ചായ കുടിക്കുക. ഓ കടൽ നിലാവും വ്ലോഗിനോട് വരാനേ. കല്യാണത്തിന് അന്ന് രാവിലെ 6 മണിക്കാണല്ലേ ഫിറു നിക്കാഹ്. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഒരു ടൈം നമ്മൾ നിശ്ചയിക്കുന്നതാണ്. പള്ളിയിൽ വെച്ചായിരിക്കും അല്ലേ അവർ ഡിസൈഡ് ചെയ്തിട്ട് ഒരു ടൈം. ഇതിപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് അവരുടെ ഒരു പള്ളി ഉണ്ടാവും അവരുടെ മഹലിലുള്ള. കാനോത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ആദ്യം വരും. അതായത് മണവാട്ടിയുടെ വീട്ടിലേക്ക് വരും ചെക്കൻ വരുന്നത്. ഇത് ചെക്കനാണല്ലോ അല്ലേ ആ തലയിൽ ഉറുമാല കെട്ടിയത്. അതെ. എന്നിട്ട് ചായ കുടിച്ചിട്ട് പോകും. ഇത് രാവിലെയാണ്, അതുകൊണ്ടാണ് ചായ കുടിക്കാനായിട്ട് വരും. കാനത്ത് കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ. അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ നേരെ വന്ന് ഫുഡ് കഴിച്ചാൽ മതി. ചായ സൽക്കാരാണ് ആദ്യം ഉണ്ടാവുക, ചെക്കനും ഫ്രണ്ട്സിനും ഒക്കെ. ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ഇവിടുത്തെ കുറെ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ.
അപ്പം അസ്ഗർ അസ്ഗറൊക്കെ ചെക്കൻ്റെ കൂട്ടൻ്റെ കൂടെ വന്നു അല്ല കാനോത്ത് കഴിഞ്ഞ് വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരുടെ വീട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ വരുമോ? എല്ലാവരും കൂടി ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ല, എല്ലാവരും കൂടി ഇരിക്കും അവസാനം. ഓക്കെ. അപ്പോൾ അതേ മണവാട്ടി രാവിലെ ഒരുങ്ങിയിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. 2 തവണയാണെന്ന് തോന്നുന്നു അല്ലേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഒന്ന് രാവിലെയും പിന്നെ ഒന്ന് വൈകിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തലേന്നും മറ്റേ ഹൽദിക്ക് വേറെ വേറെ ഡ്രസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതല്ല ഞാൻ കല്യാണത്തിൻ്റെ അന്നത്തെ കാര്യമാണ്. 2 ഡ്രസ് ഉണ്ടാവും. നമ്മളും അവിടെ അങ്ങനെ തന്നെയാണ്. നിൽക്കാൻ കഴിഞ്ഞാൽ ഗൈസ് നമ്മളിതാ പുയ്യാപ്പിളെ വിളിക്കാൻ വേണ്ടി വന്നാണ്. ഉച്ചക്കത്തെ ചോറിനായിട്ട് കുറേ ഗസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതെയോ എങ്ങനെ പോവാ റെഡി ആയിട്ടാ? പ്രോഗ്രാം റോസ എന്നെ ആല് തോക്കോടിയാ ഞാൻ ഷായി ഷായി ഇന്നുമനെ എല്ലാരും കസ്റ്റാർഡ് വെറ്റിലാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ചോറ് വിളമ്പുകയാണല്ലേ ഫിറു? അതെ, ദ്വീപിലെ മൊത്തം ജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ ദ്വീപിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും പേർക്ക് നമ്മൾ കല്യാണത്തിൻ്റെ ചോറ്. അതിപ്പോൾ പല രീതിയിലും കൊടുക്കുന്നവരുണ്ട്. ചിലർ ഇങ്ങനെ വീടുകളിൽ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നവരുണ്ട്. ഇത് പക്ഷേ ഈ ദ്വീപിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തതാണ്. അതായത് ദ്വീപിൽ ഇങ്ങനെ വിളിച്ചു പറയും, ഇന്ന വീട്ടിലെ 2 പേരുടെ കല്യാണമാണ്, അവരുടെ പേര് വിളിച്ചു പറയും, എന്നിട്ട് നമ്മൾ അനൗൺസ് ചെയ്ത് നടക്കൂലേ, അതേപോലെയാണ് ഈ ദ്വീപ് മൊത്തം ആ സമയത്ത് ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് അനൗൺസ് ചെയ്യുമല്ലേ വീട്ടിലേക്ക് വന്ന്. പിന്നെ ഉള്ളത് വിളിക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടം, അതായത് ആണുങ്ങൾ ആദ്യം ആണുങ്ങൾ വിളിക്കും, അത് വേണ്ടപ്പെട്ടവരെ മാത്രം സെപ്പറേറ്റ് വിളിക്കുന്നത്. പെൺകുട്ടികളെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്ത്രീകളെ വിളിക്കുന്നത് അവരിങ്ങനെ ഒരു കൂട്ടം പെണ്ണിൻ്റെ ഫ്രണ്ട്സ്, എന്നിട്ട് അവരിങ്ങനെ ഓരോ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോയിട്ട് ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ വിളിച്ച് പോകും അല്ലേ? അവരുടെ റിലേറ്റീവ്സിനെ തന്നെ വിളിക്കുക, ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ. ഇപ്പം പെൺകുട്ടി ഉള്ളത് ചെക്കൻ്റെ വീട്ടിലാണല്ലേ ഫിറു? അപ്പോൾ ചെക്കൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരിക. അതായത് ഇവർ ശരിക്കും കാണുന്നത് രാത്രിയിലാണല്ലേ? ഓൾമോസ്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അവരെ ഒരുമിച്ച് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെയുള്ള സംഭവം ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടീനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പം അവരെന്ത് ചെയ്യും, അവിടുന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്വർണം കൊടുക്കും. അതായത് കൈ നനക്കുക എന്നാണ് പറയാ. പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്നത് ഞാൻ. അതായത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം വാങ്ങണം എന്നില്ല, അതില്ല ഇവിടെ. സ്ത്രീധനം ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, അതായത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ചെക്കൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ കൊടുക്കുന്നതാണല്ലേ ഫിറു? അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കസ്റ്റം. ഇതിപ്പോൾ ചെക്കൻ ഫുഡ് കഴിക്കാം, അവർക്ക് ഒരു സ്പെഷ്യലായിട്ട് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ. പക്ഷെ എന്താണോ നാട്ടുകാർക്ക് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ഇന്ന് ചെക്കനും കൊടുക്കുക. ഓവർ സ്പെഷ്യൽ ഒന്നുമില്ല. സൽക്കരിക്കുക എന്ന് പറയുന്നത് ഇനി രാത്രി ആയിരിക്കും. രാത്രി എല്ലാ സ്പെഷ്യലും വേറെ തക്കാരുണ്ട്. അത് തക്കരിക്കൽ എന്ന് പറയും. ഇനി കുറെ ദിവസത്തേക്ക് തക്കാരം മാത്രമായിരിക്കും ഗൈസ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. ഫുഡ് കഴിക്കുക, രാവിലെ പോകുന്നു, രാത്രി പോകുന്നു, ഉച്ചക്ക് പോകുന്നു, വൈകുന്നേരം പോകുന്നു, അങ്ങനെ ബീരിയാക്കുന്നു എന്ന് പറയും. ബീരിയാക്കൽ തക്കാരം എല്ലായിടത്തും വിളിച്ചിട്ട് നമ്മളിങ്ങനെ ചായക്ക് വരെ ഇവർ സൽക്കരിക്കും. കാരണം സമയം ഉണ്ടാവില്ലല്ലോ അല്ലാണ്ട്. അതെ, ഇനിയിപ്പോൾ അൽത്താവ് പറഞ്ഞില്ലേ, ഇനി വൈകുന്നേരം പോയിട്ട് വിളിക്കണം, ചായക്ക് വിളിക്കണം,
അങ്ങനെ എല്ലാവർക്കും പോയി പുയ്യാപ്പളെ പോയി വിളിച്ചോണ്ട് വരണം കസിൻസ്. ദിവസത്തേക്ക് 2-3 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഒരാഴ്ചത്തേക്ക് ഈ ഫുള്ള് ഇറച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും, സ്പെഷ്യൽ അതങ്ങനെ സാധനങ്ങളായിരിക്കും. തന്നെയാണ് നമ്മളെ നാട്ടിലും. പക്ഷെ കുറേ വ്യത്യാസം ഉണ്ടല്ലോ, ഒത്തിരി ഡിഫറൻസ് ഉണ്ട് നാട്ടിൽ തന്നെ. അപ്പം അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ശരിക്കും ഇത് നിങ്ങളോട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും അത് നമുക്ക് ഇനി ഈ വീട്ടിലൊരു കല്യാണം വരുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് അത് കാണാൻ പറ്റും അല്ലേ. അത് മൊത്തം പ്രൊസീജിയർ നിങ്ങളെ കാണിച്ചു തരാം. ഈ വീട്ടിലിനി 4 കല്യാണം നടക്കാണ്ട് ഗൈസ്, 1 മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുബീൻ, ഫൗസ്. ഫൗസിനെ ഓർമ്മയില്ല? അറിയാം, ഫൗസിന് കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്, കുറച്ച് മുന്നേ, നോമ്പിന് മുന്നെയാണ്. അപ്പോൾ ഈ ഒരു ഞങ്ങള് സൽക്കരിച്ച ആൾക്കാർ, അതായത് നിറവേറ്റി എന്ന് പറയുന്നത്, ഇത് മൊത്തം പണിയെടുത്ത ആൾക്കാർ കഴിക്കുവാണ്. ചെക്കൻ്റെ റൂമിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേഗം കാണാം. അതുവരേക്കും ടാറ്റ.